ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെല്ലാം ചോദിച്ചിരുന്നതാണ് ഈ ബുദ്ധി നമ്മുടെ പണി കളയുമോ എന്ന്. നിർമ്മിത ബുദ്ധി ചില്ലറയല്ല എന്ന് നമുക്ക് എന്തായാലും അടുത്ത കാലത്തെ ഓരോ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയേക്കാൾ ബുദ്ധിശക്തി സ്വയം ആർജിച്ചില്ലെങ്കിൽ നമ്മുടെ പണിയും പോകും. അതായത് മനുഷ്യന്റെ ആവശ്യമില്ലാത്ത ജോലികളൊക്കെ ഇനി AI ചെയ്യുമെന്ന്. അതിന്റെ സൂചനയായി അശുഭ വാർത്ത വരുന്നത് പേടിഎമ്മിൽ നിന്നാണ്. പേടിഎമ്മിലെ 1000 ജോലിക്കാരെ പിരിച്ചുവിടുന്നു. പകരം ആരെയും ജോലിക്ക് നിയമിക്കില്ല. ഈ ജോലിയെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ മനുഷ്യ സഹായമില്ലാതെ ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. ഓപ്പറേഷൻസ്, സെയിൽസ്, എഞ്ചിനീയറിംഗ് ടീമിലുള്ളവരാണ് ജോലി നഷ്ടമാകുന്നവരിൽ അധികവും. ചെറിയ തോതിൽ ജീവനക്കാരെ ഒഴിവാക്കി AI പവേർഡ് ഓട്ടോമേഷൻ നടപ്പാക്കിയാൽ കമ്പനി വൻ ലാഭത്തിലേക്ക് കുതിക്കുമെന്നാണ് അനുമാന കണക്കുകൾ. AI പ്രതീക്ഷിച്ചതിലേറെ ഫലം നൽകുന്നുണ്ടെന്നാണ് ജോലിക്കാരെ പിരിച്ചുവിടുന്നതിന് പേടിഎം ന്യായമായി കാണുന്നത്. 10 മുതൽ 15% വരെ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലാഭിക്കാം. ജോലിക്കാരിൽ ഭൂരിഭാഗവും AI പവേർഡ് ഓട്ടോമേഷൻ സംവിധാനങ്ങളുടെ അത്ര ജോലിയിൽ ശോഭിക്കുന്നില്ലെന്നാണ് കമ്പനിയുടെ കണ്ടെത്തൽ. ഈ വകയിലും കുറച്ചുപേരുടെ പണി പോകും. ചുരുക്കത്തിൽ പേടിഎമ്മിൽ തുടങ്ങി ലോകത്തെ കമ്പനികളിലേക്കെല്ലാം ആ ചിന്ത വൈകാതെ വ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. പേടിഎമ്മിന്റെ വളർച്ചയിൽ വലിയ കുതിപ്പുണ്ടായ 4 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. വിവിധ ധനകാര്യ ഇടപാടുകൾ കമ്പനി ആരംഭിച്ചു. ചെറിയ ലോണുകളും ദീർഘകാല ലോണുകളും നൽകി തുടങ്ങി. ഇതോടെ ലോകമാകെയുള്ള സാമ്പത്തിക രംഗത്ത് പേടിഎമ്മിന്റെ ഇടം ശക്തമാവുകയായിരുന്നു. പുതിയ പുതിയ ഇടപാടുകളും സംവിധാനങ്ങളും പേടിഎമ്മിൽ തുടങ്ങിയപ്പോഴെല്ലാം ഓരോ മേഖലയിലും മിടുക്കരായ നിരവധി പേരെ ജോലിക്കെടുത്തിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഒരു തരത്തിൽ നടന്നുപോകുന്ന സംവിധാനമായതോടെ ജീവനക്കാരുടെ സ്ഥാനം AI ഓട്ടോമേഷൻ ഏറ്റെടുക്കുകയാണ്. 2021 ഇതിനു മുൻപ് കമ്പനിയിൽ പിരിച്ചുവിടൽ നടന്നത്. അന്ന് 700 പേരെയാണ് പെർഫോമൻസ് മോശമാണെന്ന് പറഞ്ഞു പിരിച്ചുവിട്ടത്. ഇപ്പോൾ ലെൻഡിംഗ് ടീമിൽ നിന്നാണ് കൂടുതൽ പേർ പുറത്തുപോകേണ്ടി വരിക. ലെൻഡിംഗ് ബിസിനസ് പേടിഎമ്മിനെ സംബന്ധിച്ച നല്ല നിലയിൽ മുന്നോട്ടു പോകുന്നുണ്ട്. കമ്പനിയുടെ ഏതാണ്ട് മൊത്തം ജീവനക്കാരിൽ 30% ലെൻഡിംഗ് ടീമിലുള്ളതാണ്. സ്മോൾ ടിക്കറ്റ് ലോണുകൾ അടുത്ത കാലത്ത് നിർത്തലാക്കിയിരുന്നു. ഇതും പിരിച്ചുവിടലിന് ഒരു കാരണം കൂടിയാണ്. അതേസമയം ഹൈ ടിക്കറ്റ് പേഴ്സണൽ ലോണുകളും മെർച്ചന്റ് ലോണുകളും വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. പുതിയ പുതിയ മേഖലകളിലേക്കാണ് പേടിഎം കഴിഞ്ഞ കുറച്ചു കാലത്തിനുള്ളിൽ കടന്നുവന്നത്. ഇവയെല്ലാം വൻ വിജയമായി കഴിഞ്ഞു. ഇന്നും നിരവധി പേരാണ് UPI ഇടപാടുകൾക്കായി പേടിഎം ഉപയോഗിക്കുന്നത്. ഇടപാടുകളിലെ വിശ്വാസ്യതയും അതുപോലെ തന്നെ നിരവധി സംവിധാനങ്ങൾ ഒറ്റ ആപ്പിൽ ലഭ്യമായതുമാണ് പേടിഎമ്മിനെ കൂടുതൽ സ്വീകാര്യമാക്കിയതും.